ദേവിയെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. 80 വയസ്സായ മുത്തശ്ശിയോട് ചോദിച്ചാലും ഭഗവതിയെ പേടിയുണ്ടോ വെച്ചാൽ, അയ്യോ ദേവിയുടെ കയ്യിൽ വാളുണ്ട്, ദേവിയുടെ കയ്യിൽ അസുരന്റെ തലയുണ്ട്, ദേവിയുടെ പല്ലു കൂർത്തിട്ടാണ്, ദേവിയുടെ നാക്ക് പുറത്തേക്കാണ്, ദേവിയുടെ കയ്യിൽ ചോയയുടെ പാത്രമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അമ്മ 2 കൈകളിൽ എപ്പോഴും ഈ ഒരു മുദ്രയും കാണിക്കും അല്ലേ? ഈ മുദ്രയെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടില്ലേ ദൈവങ്ങളൊക്കെ എങ്ങനെ കാണിക്കണത്? ഏതാ മുദ്ര? ഈ ഒരു മുദ്ര. അപ്പൊ ചോറ്റാനിക്കര പോവാണെങ്കിലും മൂകാംബിക പോവാണെങ്കിലും ഒക്കെ അമ്മയുടെ ഒരു കൈ ഇങ്ങനെയാണ്, ഒരു കൈ ഇങ്ങനെയാണ്. നമുക്ക് ഈ കൈ മാത്രമേ അറിയുള്ളൂ. ഇത് എന്തിനുള്ളതാ? ഏത് ദൈവം പ്രത്യക്ഷപ്പെട്ടാലും എന്ത് തരും? വരം തരും അല്ലേ? വരമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, അത് ഇതാണ് വരദമുദ്ര. ഇതെന്താ? ഇതാണ് അഭയമുദ്ര. ഭയം വേണ്ട എന്നാണ് ഭഗവതി വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്. ഭയം വേണ്ട ഒരു ഭാഗത്ത്, താഴെ ഞാൻ ചോദിക്കുന്നതൊക്കെ തന്നോളാം. അഭയവും വരദവുമാണ് ദേവിയുടെ കയ്യിലുള്ള 2 മുദ്രകൾ. അപ്പൊ ദേവി നമ്മളോട് പറയുകയും ചെയ്യുന്നു, നിങ്ങൾ എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ പേടിക്കുന്നുണ്ട്.